ഹലോ ഹായ്, ഞാൻ മനോജ് പട്ടത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലിം മേക്കേഴ്സിന് അത്യാവശ്യം ഉപകരിക്കുന്ന കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ മൊബൈൽ കമ്പനി മീൻസ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ആൾക്കാരൊന്നും എനിക്ക് 10 പൈസ തന്നിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്കും കൂടി അത് ഉപകാരമാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഒരു 5 ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. 5 കണ്ടു നോക്ക്, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാമല്ലോ. ആദ്യത്തെ ആപ്ലിക്കേഷനാണ് മാജിക് ആരി വ്യൂ ഫൈൻഡർ. അതായത് നമ്മൾ ക്യാമറയ്ക്കകത്ത് ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ വിഷ്വൽ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതല്ലേ, ക്യാമറയിൽ ലെൻസ് ഇടുന്നതിന് മുമ്പ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ 2 കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ലെൻസ് റേഞ്ചിനെ കുറിച്ച് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഏത് ലെൻസ് ഇടുമ്പോൾ എത്രത്തോളം നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് സിനിമാട്ടോഗ്രാഫർ എടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് കൊടുക്കാനായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഇത് ആരി ക്യാമറയുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതുപോലുള്ള മറ്റുള്ള ക്യാമറകൾക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ കാണാം നിങ്ങൾക്ക് ലെൻസിൻ്റെ റേഞ്ചാണ് കാണിക്കുന്നത്. 50, 70, 90, 100, 105, 135 ഇതൊക്കെ ലെൻസിൻ്റെ റേഞ്ചുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. 50 ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, 135 ലെൻസ് ഇട്ടാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 24 എന്ന് പറഞ്ഞാൽ വൈഡ് ലെൻസാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിഷ്വൽ കണ്ടില്ലേ. അപ്പോൾ ഒരേ വിഷ്വൽ തന്നെ പല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് പല ലെൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരേ വിഷ്വൽ എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് കിട്ടുക, ക്യാമറയിൽ എങ്ങനെയായിരിക്കും അത് കിട്ടുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രെയിമിൽ നമ്മുടെ വിഷ്വൽ വരിക. അതുപോലെ സിനിമ സ്കോപ്പ് ഉണ്ടല്ലോ, നമ്മൾ മുകളിലും താഴെ കട്ട് ചെയ്തിട്ട് ബാക്കി എത്രയുണ്ടാവും, നമ്മൾ ഒരു സിനിമ സ്ക്രീനിൽ എത്രയുണ്ടാവും എന്നുള്ള ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ, മാജിക് ആരി വ്യൂ ഫൈൻഡർ. എല്ലാവരും ചെക്ക് ചെയ്തോളൂ കേട്ടോ. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ക്ലാപ്പർ ബോർഡ്. നമുക്ക് ക്ലാപ്പ് ചെറിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാപ്പ് ബോർഡ് വാങ്ങിക്കാൻ കാശില്ലേ, ഒരു പ്രശ്നമില്ല. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. കുറേ ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതിൽ വലിയ കുഴപ്പമില്ല, പരസ്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ഇതാണ്. ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലാപ്പ് ബോർഡ് ഇങ്ങനെ വരും. ക്ലാപ്പ് ബോർഡിൻ്റെ അതിനകത്ത് കണ്ടില്ലേ, സീന്, ഷോട്ട്, ടേക്കൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, എഡിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഞാനിവിടെ സീനിൻ്റെ നമ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് സീൻ നമ്പർ 23 ആക്കി. ഞാൻ സീൻ നമ്പർ നമ്മുടെ ഏതാണ് സീൻ നമ്പർ അത് എഡിറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ സീൻ നമ്പർ, ഷോർട്ട് നമ്പർ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു. ഇതിൽ റോള്, സീന്, ടേക്ക് എന്നാണ്. അത് എനിക്ക് തോന്നുന്നു പുറത്തുള്ള സിനിമകളിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സീൻ, ഷോർട്ട്, ടേക്ക് അങ്ങനെയാണ് വരിക. അപ്പോൾ അത് അറിയാമല്ലോ, അത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ യൂസ് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ സീൻ നമ്പർ 23 ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ക്ലാപ്പ് ബോർഡിൽ അടിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് പോലെ ഇതിനകത്തൊരു സൗണ്ട് വരും. അപ്പോൾ ക്ലാപ്പായി ഓട്ടോമാറ്റിക്കായിട്ട് കാണാം ടേക്ക് നമ്പർ അടുത്ത ടേക്ക് നമ്പറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ക്ലാപ്പ് ബോർഡിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ക്ലാപ്പർ ബോർഡ് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് സിനിമ FV5 ലൈറ്റ്. അതായത് ഇതിൻ്റെ ഒരു പെയ്ഡ് വെർഷനും ഉണ്ട്, ഇത് ഫ്രീ വെർഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലൊക്കെ ഇൻബിൽട്ട് മൊബൈലിൻ്റെ ക്യാമറ ഉണ്ടാവുമല്ലോ, വീഡിയോ ക്യാമറ ഉണ്ടാവുമല്ലോ. ആ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഇവിടെ ആയിട്ടും പോയി കിടക്കുന്നുണ്ടാവും. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രോ വീഡിയോ ക്യാമറ ആപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്, നമുക്ക് ഷോർട്ട് ഫിലിം എടുക്കുകയാണ്, മൊബൈലിലാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒരു DSLRൻ്റെ ഒക്കെ ഇൻ്റർഫേസ് പോലെ തോന്നും. ഇവിടെ കുറേ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള സാധാരണ ക്യാമറയാണ് നമുക്കൊരു പ്രോ വീഡിയോ റെക്കോർഡിംഗ് ആപ്പ് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു വീഡിയോ ക്യാമറ ഇൻ്റർഫേസ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അതായത് ഞാൻ റെക്കോർഡ് പ്രസ് ചെയ്തപ്പോൾ മുകളിൽ ഓഡിയോൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്, റെക്കോർഡിങ് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് സാധാരണ നമ്മുടെ മൊബൈൽ ആപ്പിൽ ഈ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കില്ല, അതൊരു അത്രയും കസ്റ്റമൈസ് ആയിരിക്കില്ല. അപ്പോൾ ഈ ആപ്പ് തരക്കേടില്ലാത്ത ആപ്പാണ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൽ സെറ്റിംഗ്സിൽ പോയി കയറി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോൻ്റെ റെസൊല്യൂഷൻ ഉണ്ട്, അതുപോലെ ബിറ്റ് റേറ്റ് ഉണ്ട്, ഫ്രെയിം റേറ്റ് ഉണ്ട്, ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്രീ വെർഷനിൽ നമുക്ക് ഇതിനകത്ത് ഫുൾ HD ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, 720 വരെ പറ്റുള്ളൂ. പെയ്ഡ് വെർഷനിൽ അതും കൂടി പറ്റും. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിയുള്ളൂ. നല്ലൊരു ആപ്പാണത്. അടുത്തൊരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബി ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ റെക്കോർഡറാണ്. നമ്മളിപ്പോൾ ചെറിയ പ്രൊജക്റ്റുകൾക്കൊക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നോയ്സ് ഒക്കെ കയറി വന്നിട്ട് അതിനകത്ത് മര്യാദയ്ക്ക് കേൾക്കാറില്ലല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഡോൾബി അവരുടെയാണ് ഈ ആപ്ലിക്കേഷൻ. അതായത് ഈ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മളത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഓഡിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ അതിൽ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് അതിൻ്റെ നോയ്സ് ക്യാൻസലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഈക്വലൈസേഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഡോൾബി കമ്പനിയുടെയാണ് ഈ ആപ്ലിക്കേഷൻ റെക്കോർഡർ. കുറേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതും യൂസ് ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു വോയിസ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ്. അവസാനമായിട്ട് സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക്, സിനിമയിൽ സ്റ്റോറി ബോർഡ് വരച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റോറി ബോർഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഞാൻ കുറേ നോക്കി സ്റ്റോറി ബോർഡിൻ്റെ ആപ്ലിക്കേഷൻസ്. അതിൽ ഒരെണ്ണം വലിയ കുഴപ്പമില്ലാത്തതാണ്. പരസ്യമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷെ നിവർത്തില്ല. കാരണം വേറെ ആപ്പുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യം. ഇത് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നെങ്കിൽ ബ്രഷിൻ്റെ സൈസ് അല്ലെങ്കിൽ സ്ക്രീൻ സൂം ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മുകളിലായിട്ട് നമുക്ക് ബ്രഷ്, ഇറേസർ, അതിൻ്റെ കളറ്, ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡ്, അങ്ങനെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിന് ഇൻ്റർഫേസ് കിടക്കുന്നത്. ഈ നടുക്ക് കാണുന്നതാണ് നമ്മുടെ സ്ക്രീൻ, വരയ്ക്കാൻ പോകുന്ന സ്ക്രീൻ. അതിൻ്റെ താഴെ കാണുന്നത് നമ്മൾ എത്ര എണ്ണം നമുക്ക് വരയ്ക്കണം അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക. നമുക്ക് നമ്മുടെ സിനിമയുടെ പേരിടുക. അപ്പം ഞാനിവിടെ ഒരു ടെസ്റ്റ് നെയിം ഇടാണ്, മൈ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള പേരിടാണ്. എന്നിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ വര നിങ്ങൾ കോപ്പി അടിക്കരുത്. എൻ്റെ വളരെ നല്ല വരയാണ്, അതുകൊണ്ടാണ് കോപ്പി അടിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് മലയും സൂര്യൻ തന്നെ ആവാം. അത് വരച്ചു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷോട്ട് ഇതാണ്. നമ്മളിത് വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കി കാണാം ഡയലോഗ്. ആ സീനിൽ ഡയലോഗ് ഉണ്ടെങ്കിൽ ഡയലോഗ് അവിടെ ആഡ് ചെയ്ത് വയ്ക്കാം. ആക്ഷൻ ഉണ്ടെങ്കിൽ ആക്ഷൻ ആഡ് ചെയ്ത് വയ്ക്കാം. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ ഒരു ഷോട്ട് കഴിഞ്ഞു, ഈ ഷോട്ട് വരച്ചു കഴിഞ്ഞു, ഇനി അടുത്ത ഷോട്ട് വരയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരസ്യം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ പരസ്യം കണ്ടു കഴിഞ്ഞാലാണ് അടുത്ത ഷോട്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ കണ്ടോ ആഡ് +1 സീൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരസ്യം കാണിച്ചു തരും. അതിന് ശേഷം നമുക്ക് ഒരു ഷോട്ടും കൂടി വരയ്ക്കാനുള്ള ഒരു ഏരിയ നമുക്ക് തരും. അതെ, ഞാൻ അടുത്ത പടം വരയ്ക്കുകയാണ് സുഹൃത്തുക്കളെ, അടുത്ത സ്റ്റോറി ബോർഡ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഷോട്ട് വരച്ചു. ഇനി 2 ഷോട്ട് വരച്ചിട്ട് നമുക്കിത് പ്ലേ അടിച്ച് നോക്കാം. മുകളിലുണ്ട് പ്ലേ ബട്ടൺ. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഷോട്ടുകൾ അങ്ങോട്ട് മാറി ഇത് കാണിച്ചു തരും. ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. വരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്റ്റോറി. ഇങ്ങനെയാണ് നമ്മൾ വരേണ്ട ഷോട്ടുകൾ, ഇങ്ങനെ വരേണ്ടതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നവർക്കും ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, കണ്ടില്ലേ, ഒരു 4-5 നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ആപ്ലിക്കേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് സംഗതികളാണ് ഇട്ടത്. ഇതിനേക്കാളും നല്ല ഇതേ സംഗതികൾ ചെയ്യുന്നതിനേക്കാളും നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അറിയുന്നവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.